സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പം വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള ആ ചിന്തയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പം പിതാവിന്റെ പുത്രൻ. ഹല്ലേലൂയ. പിതാവ് തന്റെ ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ഒന്നിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ. അപ്പം കൂട്ടായ്മ എന്ന് പറയുന്നത് ആരുടെയാണ്? ദൈവത്തിൻ്റെതാണ്. കൂട്ടായ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. സഭ ദൈവത്തിൻ്റെതാണ്. ശുശ്രൂഷകന്മാരെല്ലാം അല്ലെങ്കിൽ ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്നവരാണ്, വേലക്കാരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരുടെ സഭയിലാണ് നിൽക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്. മനുഷ്യനല്ല നമ്മെ വിളിച്ചത്, ലോകമല്ല വിളിച്ചത്. കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത് യേശു കർത്താവ് തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ ഉണ്ടാകണം. ഈ ലോകത്തിൽ അനവധി കൂട്ടായ്മകളുണ്ട്. മതങ്ങൾക്കെല്ലാം കൂട്ടായ്മകളുണ്ട്, രാഷ്ട്രീയക്കാർക്കെല്ലാം കൂട്ടായ്മകളുണ്ട്, സംഘടനകൾക്കെല്ലാം കൂട്ടായ്മകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വിവിധ നിലകളിൽ വിവിധ സംഘടനകളും വിവിധ പ്രസ്ഥാനങ്ങളും എല്ലാം കൂട്ടായ്മയായിട്ടാണ് കൂടി വരുന്നത്. എല്ലാം കൂട്ടായ്മകളാണ്. പക്ഷെ അതിനകത്തൊന്നും ദൈവമില്ലെന്ന് ചിന്തിക്കണം. ദൈവമുള്ള കൂട്ടായ്മ ഏതാണ്? ദൈവം വസിക്കുന്ന കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ കൂട്ടായ്മ എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. രക്തജയം. എല്ലാ കൂട്ടായ്മയിലും പോയത് കൊണ്ട് നമുക്ക് ആത്മീയ അനുഗ്രഹം പ്രാപിക്കാനോ, ജീവിത വിശുദ്ധി പ്രാപിക്കാനോ, നിത്യതയെക്കുറിച്ച് തിരിച്ചറിയുവാനോ, ദൈവിക ജ്ഞാനം പ്രാപിക്കാനൊന്നും കഴിയില്ല. ലോകപരമായ കൂട്ടായ്മകളൊക്കെ ലോകത്തിൻ്റെതാണ്. പ്രൈസലോ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു. അല്ലെങ്കിൽ അവസാനത്തുള്ളി രക്തം വരെ തന്നു. പാപത്തിൽ വീണ് കിടന്ന ജനത്തെ തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിത്യജീവൻ നൽകി. അവർക്ക് ഒന്നിച്ചു കൂടിയെത്തുവാൻ, അഥവാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ദൈവത്തിന്റെ മണവാട്ടി സഭയ്ക്ക് ഒന്നിച്ചു കൂടി വരുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരുക്കി തന്നതാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതാണ് ആമേൻ ദൈവമക്കൾ കൂടി വരുന്ന കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവമക്കൾ ഒന്നിച്ച് കൂട്ടായ്മ കൂടി വരുമ്പോൾ അതാണ് ദൈവസഭ. ഹല്ലേലൂയ. അപ്പം ദൈവസഭയിലേക്ക് വരുന്നത് കൊണ്ട് അവരിരുന്ന് ആരാധിക്കുന്ന ആ സഭാമന്ദിരമല്ല കൂട്ടായ്മ എന്ന് പറയുന്നത്. അതിനകത്തിരിക്കുന്ന ജനമാണ് കൂട്ടായ്മ, ദൈവത്തിന്റെ സഭ. അപ്പൊ ആ സഭയായി നമ്മെ വിളിച്ചു ചേർത്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. സഭയായി കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവം അതിന്റെ നടുവിൽ വിശ്വസ്തനായിട്ട് വസിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ, എല്ലാ മേഖലയിലും ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന് കാരണം ദൈവം വിശ്വസ്തനാണ് എന്ന് നമ്മൾക്ക് അറിയണമല്ലോ. അപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വിശ്വസ്തനായ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ എല്ലാ മേഖലയിലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. കൂട്ടായ്മയിലേക്ക് വിളിച്ചതും ദൈവമാണ്, അതും വിശ്വസ്തതയാണ്. അപ്പൊ നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാകുന്നു എങ്കിൽ ഹല്ലേലൂയ, ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കണം. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിൽക്കുന്നവനാണ് നിങ്ങളെങ്കിൽ കൂട്ടായ്മയുടെ ഗുണം മനസ്സിലാക്കി പോകണം. ഹല്ലേലൂയ. ഇന്നത്തെ ആളുകളൊക്കെ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് അവരെന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. പലരും വന്നിരുന്ന് ഉറക്കമാണ്, പലരും വന്നിരുന്ന് മൊബൈലിൽ ചാറ്റി വാട്സപ്പും ഫേസ്ബുക്കും വല്ല അശ്ലീലമായ ചിത്രങ്ങളൊക്കെ കണ്ട് ദൈവസഭയുടെ കൂട്ടായ്മയെ തകർത്ത് കളയുന്ന സാത്താനി ശക്തികൾ കടിമപ്പെട്ട അനവധി ആളുകൾ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നുണ്ട്. അവർ വരുന്നു, മെസ്സേജുകൾ കൈമാറുന്നു, ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു, ഫോൺ എടുക്കുന്നു, ഓടുന്നു, കോളുകൾ വരുന്നു. വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒത്തു നിൽക്കുവാൻ കഴിയാതെ അവർ അല്ലെങ്കിൽ ഒരുവിധം തരികിട കാണിക്കുന്നത് പോലെ നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞവരെ പല സഭകളിലും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ ദൈവം കൂട്ടായ്മയിലേക്ക് വിളിച്ചത്.
നീ കൂട്ടായ്മയിലേക്ക് വന്നവനാണെങ്കിൽ നീ സഭയ്ക്കകത്ത് വന്നിരുന്ന് ജഡികമായ ജീവിതം നീ നയിക്കരുത്. പ്രൈസോ. സഭയെ നീ തകർക്കാൻ ശ്രമിക്കരുത്. സഭ നിന്നാൽ തകരാൻ നീ ഇടയാകരുത്. നീ സഭയ്ക്കൊരു ഭാരമായി മാറരുത്. സഭയ്ക്കൊരു ശാപമായി മാറരുത്. നീ സഭയ്ക്ക് നേരെ ചെയ്തെടുക്കുന്ന, സഭയ്ക്ക് നേരെ എടുക്കുന്ന എല്ലാ തന്ത്രങ്ങളും, നിന്റെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നീ ചെയ്യുന്ന സകല ദുഷ്ടതകളും നിനക്ക് ശാപമായി മാറും. കാരണം ദൈവസഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ രക്തത്തിന്റെ വിലയാണ്. അതിനെ നീയായിട്ട് തകർക്കരുത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോധ്യമുണ്ടാകണം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ പരസ്പരം വിളി മനസ്സിലാക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ആചരിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് കടന്നു വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ വിളിയെക്കുറിച്ച് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കണം. പ്രൈസലോ. അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണം. വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ നീ എവിടെയാണ് നിൽക്കുന്നത്, ആരുടെ കൂട്ടായ്മയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. വിളിയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരസ്പരം ബോധ്യമില്ലാതെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ സഭയ്ക്കകത്ത് പ്രശ്നക്കാരിയായി മാറും. അല്ലേ? അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശുശ്രൂഷ ദൈവഹിതപ്രകാരം ചെയ്യണം. വചനത്തിന് അധിഷ്ഠിതമായി വചനത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ആമി ശുശ്രൂഷയ്ക്കകത്ത് മാനസാന്തരവും രക്ഷയും, ആമി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും വേർപാടും വിശുദ്ധിയും അപ്പോസ്തോലിക കൂട്ടായ്മയും അതുപോലെ പ്രാർത്ഥനയും അപ്പം തുറക്കലും എല്ലാം അടങ്ങിയതായിരിക്കണം ദൈവസഭ എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ശുശ്രൂഷയും. ഹല്ലേലൂയ. അപ്പം സഭ ദൈവത്തിൻ്റെതാണ്, കൂട്ടായ്മ ദൈവത്തിൻ്റെതാണ്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് സഭയ്ക്കകത്ത് നീ അല്ലെങ്കിൽ ഒരുതരം നിന്റെ ഇഷ്ടം നീ പ്രവർത്തിക്കരുത്. അതിന് നിങ്ങൾ ചെയ്താൽ അങ്ങനെ സഭയ്ക്ക് വിരോധമായി ദൈവം സഭയ്ക്ക് അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന് വിരോധമായി നിങ്ങൾ വാക്കുകൾ പെരുകുമ്പോൾ, നിങ്ങൾ കൈകൾ എടുക്കുമ്പോൾ അത് നിനക്കും നിന്റെ കുടുംബത്തിന് ശാപമായി മാറും. പ്രൈസലോ. കാരണം ദൈവത്തിന്റെ ശരീരമാകുന്ന സഭ, അല്ലെങ്കിൽ അതിനെ തകർക്കാൻ നീ ശ്രമിക്കരുത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരസ്പരം വിളി മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവം പലരെയും വ്യത്യസ്തമായ നിലയിലാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായ ശുശ്രൂഷകളാണ് കൊടുക്കുന്നത്. എന്നെ വിളിച്ച വിളി ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ മേലുള്ള വിളി. അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് ദൈവം എല്ലാവരെയും വിളിച്ച് വേർതിരിക്കുന്നതെങ്കിലും ദൈവം എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലാണ്. എല്ലാവർക്കും വ്യത്യസ്ത വിളിയാണ്, പക്ഷെ എല്ലാവരും കൂടെ കൂടി വരുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്താണ്. സഭയ്ക്കകത്ത് എന്ന് പറയുന്നത് തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം, അന്യോന്യം പ്രാർത്ഥിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കണം, ഒരുവന് വേണ്ടി ഒരു മധ്യസ്ഥ ചെയ്യണം, പരസ്പരം സഹായമായിരിക്കണം. അല്ലെങ്കിൽ ആർക്കും തിന്മ പ്രവർത്തിക്കാതെ എല്ലാവരോടും നന്മ പ്രവർത്തിക്കുന്നവരായിരിക്കണം. അങ്ങനെയൊക്കെയാണ് സഭയുടെ അടിസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭ എവിടെ പോയി നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും, ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ തന്നെ അവന്റെ കാന്തയായ സഭയും ആയിത്തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേറിയ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ തന്നെ, അല്ലേറിയ കർത്താവായ യേശുവിന്റെ രക്തത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മണവാട്ടി സഭ, ദൈവത്തിന്റെ കാന്തയാകുന്ന സഭയും ക്രിസ്തുവിനെ പോലെ തന്നെയാകണം. ആ അനുഭവത്തിലേക്ക് നാം ഓരോരുത്തരും വരണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ നിത്യോദ്ദേശ നിർവഹണത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള പങ്കാളിത്തത്തിലേക്ക് ദൈവം വിളിക്കുന്നതാണ് ഇവിടെ ഈ വായിച്ച വചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ സ്തോത്രം നിത്യമായ ഉദ്ദേശത്തിലേക്ക്, കർത്താവിന്റെ അല്ലിയ പ്രവർത്തികളിലേക്ക്, അല്ലിയ നമ്മെ വിശ്വസ്തയോടെ വിളിച്ചാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. അപ്പൊ നാം ആ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം. അല്ലേലിയ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ദൈവത്തോട് വിശ്വസ്തത കാണിക്കണം.
ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലേലൂയ. ആമേൻ. 6 കാര്യങ്ങളില് അല്ലേലൂയ ദൈവം വിശ്വസ്തനെന്ന് ഈ ഭാഗത്ത് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളിത് വായിച്ചു കേൾപ്പിക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് ദൈവജനത്തെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവജനത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് പ്രതിസന്ധി മേഖലകളിലും ആമീൻ ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിൽ വിശ്വസ്തനാണ്. ലോകം അത്രയും ലോകക്കാരെ നമ്മളെ എങ്ങനെ സംരക്ഷിക്കത്തില്ല. ഈ ലോകത്തിൽ ആർക്കും നമ്മെ എങ്ങനെ സംരക്ഷിക്കാനും കഴിയത്തില്ല. പക്ഷെ നമ്മളെ സംരക്ഷിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. അല്ലേലി. രണ്ടാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ നീക്കുപോക്ക് തരുവാനും ദൈവം വിശ്വസ്തനാണ്. പരീക്ഷയോടുകൂടെ നീക്കുപോക്കും തരുന്നവൻ. ജീവിതത്തിൽ മനുഷ്യനല്ലേ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകാം. അങ്ങനെയുള്ള പരീക്ഷാ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ അല്ലെങ്കിൽ ആ പരീക്ഷകളെ വിടിവിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ച് കാണാൻ കഴിയും. ദൈവജനത്തെ സംരക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് അല്ലേലൂയ 89-ാം സങ്കീർത്തനം അതിന്റെ 21-ാമത്തെ വാക്യം വായിച്ചാലും കാണാൻ കഴിയും. എല്ലാത്തിനും ദൈവം വിശ്വസ്തനാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുവാൻ 1 തെസ്സലോനിക്ക ലേഖനം അല്ലെ 2 തെസ്സലോനിക്ക ലേഖനം അല്ലേലൂയ ആമേൻ 3:3 വായിച്ചാൽ കാണാൻ. അപ്പം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുവാനും ദൈവത്തിന് കഴിയും. കാരണം ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരെ കൊണ്ട് നിറയപ്പെട്ടതാണ്. സാത്താന്യ ശക്തികളാണ്, ഭയങ്കര പൈശാചിക ശക്തികളാണ്. ദേശത്തെ മുഴുവൻ കൈയടക്കി മനുഷ്യനെ മുഴുവൻ പാപത്തിലേക്ക് നയിക്കുന്ന ദുഷ്ടാത്മസേനകൾ ആമീൻ രാജ്യത്തുടനീളം വ്യാപരിക്കുന്നു, ലോകം മുഴുവൻ വ്യാപരിക്കുന്നു. അങ്ങനെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. അതിൽ വിശ്വസ്തനാ ദൈവം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അല്ലേ മാനശിക്ഷ നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇബ്രായ ലേഖനം 12:6 വായിച്ചാൽ കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ എപ്പോഴും പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തെ കോപിപ്പിക്കുന്ന ദൈവത്തോട് നാം ചെയ്യുന്ന പാപങ്ങളുടെ കഠിനത നോക്കിയാൽ ആ പാപത്തിന്റെ ആമേലിയ സ്വഭാവം നോക്കിയാൽ നമ്മളൊന്നും ഈ ഭൂമി കാണുക പോലുമില്ല. അങ്ങനെ പാപം നമ്മുടെ ജീവിതത്തിൽ വരും. കർത്താവ് നമ്മെ മനുഷ്യൻ ചെയ്യുന്നത് പോലെ തകർത്ത് കളയല്ല ചെയ്യുന്നത്. ദൈവം ചില ബാലശിക്ഷകൾ നൽകുക, ചില ബാലശിക്ഷ നൽകി നമ്മെ വീണ്ടും ക്രമീകരിക്കാൻ ദൈവം ഒരുങ്ങുക. അതുകൊണ്ട് ബാലശിക്ഷ നൽകുന്നതിലും ദൈവം വിശ്വസ്തനാണ്. പ്രൈസലോട്. അപ്പൊ എല്ലാ നിലയിലും ദൈവം വിശ്വസ്തനാണ്. അല്ലെങ്കിൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ പാപം ക്ഷമിച്ച് സകല അനീതിയും പോക്കുന്നതിൽ അല്ലെങ്കിൽ സകല വിശ്വാസികളെയും പാപം ക്ഷമിച്ച് നമ്മളെ സകല അനീതിയും പോക്കുന്നതിൽ ദൈവം വിശ്വസ്തനെന്ന് 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. കർത്താവായ യേശുവിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ആമേ ദൈവത്തിന്റെ മക്കളാക്കി ഒരുക്കി നിർത്തുന്നതിലും ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ സകല അനീതി പോക്കി തരുവാൻ ദൈവം വിശ്വസ്തൻ. അല്ലേ. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിൽ അല്ലേലിയ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി നൽകുന്നതിൽ ദൈവം വിശ്വസ്തനാണെന്ന് 143-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത് വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗവും നാം വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവവചന ഭാഗത്തിൽ നിന്ന് ഒന്നിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എല്ലാ നിലയിലും വിശ്വസ്തനാണ്. പ്രൈസലോട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ജീവിതത്തിൽ വിശ്വസ്തനായിരിക്കണം, ശുശ്രൂഷയിൽ വിശ്വസ്തനായിരിക്കണം, കൊടുക്കവാങ്ങലിൽ വിശ്വസ്തനായിരിക്കണം, സംസാരത്തിൽ വിശ്വസ്തനായിരിക്കണം, നോട്ടത്തിൽ വിശ്വസ്തനായിരിക്കണം, നിങ്ങൾ കേൾവിയിൽ വിശ്വസ്തനായിരിക്കണം, നിങ്ങളുടെ നടപ്പിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം വിശ്വസ്തനായിരിക്കണം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടപാടുകളിലെല്ലാം നിങ്ങൾ വിശ്വസ്തനായിരിക്കണം. കാരണം നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിങ്ങളെ വിളിച്ച് വിശുദ്ധിക്ക് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാ നിലയിലും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ.
അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവം അബ്രഹാമിനെ വിളിച്ച് കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും അല്ലൊരു കൊണ്ടുവരുമ്പോൾ അബ്രഹാം കർത്താവിന്റെ കരം പിടിച്ചവനായി അന്ന് പുറപ്പെട്ടു. അല്ലേ? അപ്പൊ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചതും വിശ്വസ്തനായ ദൈവമാണ്. അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം അബ്രഹാമിനെ ഉപേക്ഷിച്ച് കളയാതെ അബ്രഹാമിന്റെ വലം കൈ പിടിച്ചിരിക്കുക. അബ്രഹാമിന്റെ വലം കൈ പിടിച്ചുകൊണ്ട് അബ്രഹാമിനെ നടത്തിയതും യഹോവയായ ദൈവമാണ്. അല്ലേ? വാഗ്ദത്തം ദൈവം അബ്രഹാമിനെ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തം അബ്രഹാമിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. നീ കാൽ വെച്ച ദേശം നിനക്ക് എന്നേക്കും അവകാശമാകും എന്ന് പറഞ്ഞു. അല്ലേ? അപ്പൊ കൽദയ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ച് വലം കൈ കൊടുത്ത് നടത്തിക്കൊണ്ട് വന്നിട്ട് അബ്രഹാമിനോട് നീ കാൽ വെച്ച ദേശം മുഴുവൻ നിന്റേതാകും. ഈശ്വരോ, അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തത നോക്കിയാട്ട്. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം, അത്രയും വിശ്വസ്തത കാണിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയില് നമ്മൾ കളവ് കാണിക്കരുത്. വ്യക്തം ചെയ്യാം, നമ്മൾ ഒരിക്കലും കളവ് കാണിക്കരുത്. കളവ് ചെയ്യാതെ വിശ്വസ്തനായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇന്നത്തെ നാം ദൈവസഭയോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ദൈവമക്കളിൽ പലരും അവിശ്വസ്തരായി മാറുന്നു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള വിശ്വസ്തത മാറ്റിവെച്ചിട്ട് ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന അങ്ങനെയുള്ളവർക്കൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവിക അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തില്ല. നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നീ വിശ്വസ്തയോടെ നിൽക്കണം. ഹല്ലേലൂയ. തുടനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തത ഉണ്ടായിരിക്കട്ടെ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് നീ ആ വിശ്വസ്തതയില്ല കൂട്ടായ്മ നിൽക്കണം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് നീ ഇടർച്ച വരുത്തരുത്. വിശ്വാസികളിടയിൽ നീ ഇടർച്ച വരുത്തരുത്. ദൈവദാസന്മാർക്ക് നേരെ നീ വിരൽ ചൂണ്ടരുത്. ദൈവസഭയുടെ ഒന്നും അപഹരിച്ചെടുക്കരുത്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നീ കളവ് പറയരുത്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ജഡിക ജീവിതം നയിക്കരുത്. കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെ മുമ്പ് നീ മോഹിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെ വ്യത്യസ്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തവും ശക്തമായിട്ട് സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, വിശ്വസ്തതയെ നീ തിരിച്ചറിയണം. വ്യക്തം ചെയ്യണം. ഹല്ലേലൂയ. ഈ ലോകം അമ്മയൊക്കെ നോക്കുമ്പോൾ ജനം പറയും, ഈ ലോകത്തിലുള്ള ജനത്തെ നോക്കുക, ഈ ലോകത്തെ ജനത്തോട് അമ്മ സംസാരിക്കും, പറയും ജീവിതം അടിച്ചു പൊളിക്കാനാണെന്നാണ് പറയുന്നത്. ചിലരൊക്കെ പറയും പാസ്റ്റർ ജീവിതം അടിച്ചു പൊളിക്കണം. അതങ്ങനെ ജീവിതമൊക്കെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചിന്തിക്കുന്ന ജീവിതം അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷിക്കപ്പെട്ട് വരുന്നപ്പോൾ ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചത്. കാരണം അന്നത്തെ ജീവിതം പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ചേർന്ന ലോകത്തോടൊപ്പം ചേർന്ന മദ്യവും മയക്കുമരുന്നും പാൻമസാലകളും ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടങ്ങളും പ്രശ്നങ്ങളും വഴക്കും രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്ന് സമാധാനമില്ലാതെ. അതുകൊണ്ട് ചിലർ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് ചിലർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയത്തില്ല. ജീവിതം അടിച്ചു പൊളിച്ച് നടക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കൂട്ടായ്മയ്ക്ക് വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. അതിനകത്ത് ജീവിതത്തിന് എല്ലാ വിധത്തിലും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കനുസരിച്ച് നിന്ന് ജീവിത വിശുദ്ധിയോടെ കൂട്ടായ്മയിൽ പോകുന്നവന് മാത്രമേ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ദൈവസഭയ്ക്കകത്ത് നിന്നുകൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് അടിച്ചുപൊളിച്ച് ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പലരും പല ഇടയന്മാരോട് പറഞ്ഞിട്ടുണ്ട്, വാസ അടിച്ചു പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന്. ഞാൻ പറയാറുണ്ട്, അടിച്ചു പൊളിച്ചൊന്നും പോകണ്ട വാസ, ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് പോയാൽ മതിയെന്ന്. ഹല്ലേലൂയ. അത് നിങ്ങൾ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് വേണം യാത്ര ചെയ്യാൻ. വ്യക്തം ചെയ്യാം. ദൈവത്തെ വിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്. ദൈവവചനത്തെ വിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആലോചനകളുണ്ട്, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. അത് വിട്ട് നിങ്ങൾ ഒന്നിനും തയ്യാറാകരുത്. അല്ലേ? നിങ്ങളുടെ മേലുള്ള ദൈവവിളി വലുതാണ്. അതിന്റെ ആ വില നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോ. ഹല്ലേലൂയ. പാപത്തിൽ വീണ് കിടന്ന, ശാപത്തിൽ വീണ് കിടന്ന ഈ ലോകത്തിന്റെ അന്ധകാര വ്യാപാര മണ്ഡലങ്ങളിൽ വീണ് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിത്യനരകത്തിന്റെ ആടുകളായി, നിത്യപാതാളത്തിന്റെ ആടുകളായി എണ്ണപ്പെട്ടിരുന്ന നിന്നെയും എന്നെയും ഈ ലോകത്തിലെ ജനത്തിൽ നിന്ന് വലിയൊരു കൂട്ടം ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു.
രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ സ്നേഹിത, ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഈ താൽക്കാലികമായ ജീവിതം നമുക്ക് ഇവിടെ നമ്മുടെ തമ്പുരാൻ തന്നിരിക്കുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് ദൈവം നമ്മുടെ ആയുസ് ആയുസിന്റെ അവസാന കാലങ്ങളിൽ നമുക്ക് മരണം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ നിത്യതയിലേക്ക് പ്രവേശിക്കും എന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം ഒരു വിശ്വാസിക്ക്, ഒരു ഭക്തന്. ഇന്ന് പലർക്കും നിത്യതയിൽ ചെല്ലുമെന്നുള്ള ഉറപ്പൊന്നുമില്ല. ഹല്ലേലൂയ. മരണാനന്തരം എവിടെയാ എത്തുമെന്ന് ചോദിച്ചാൽ വിശ്വാസികൾക്ക് പോലും ഇന്ന് അറിയത്തില്ലെന്ന. കാരണം അവരത്രമാത്രം പാപത്തിൽ വീണ് കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, അബ്രഹാമിനെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നീ കാൽ വെക്കുന്ന ദേശമൊക്കെ നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്റെ വാക്ക് പാലിച്ചു. അബ്രഹാം വിശ്വസ്തനായിട്ട് നിൽക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളും എന്ത് ചെയ്യണം? വിശ്വസ്തനായി നിൽക്കണം. ആ കാലഘട്ടത്തിൽ, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ധാരാളം സ്വത്തുമായി, ഹല്ലേലൂയ, സ്തോത്രം, ദേശാന്തരം പോകുന്നതിനാൽ അവൻ പോകുന്ന വഴികളെല്ലാം അവന് വിവിധ ആപത്തുകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കും. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ നല്ല സമ്പത്തുള്ളവരാ. അവര് പോകുന്ന വഴിക്കെല്ലാം അവരുടെ സമ്പത്തുകൾ കൊണ്ട് കടന്നു പോകും. അങ്ങനെ പോകുമ്പോൾ ഇത് വഴിയിൽ മുഴുവൻ ആപത്തുകളുടെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഹല്ലേലൂയ. മനുഷ്യൻ നാടുകൂടികളായി അല്ലെങ്കിൽ വരുന്നവരെ ആക്രമിച്ച് അവരുടെ വസ്തുക്കൾ അപഹരിക്കുവാനായി ഒരുങ്ങുന്നത് പോലെ നമുക്കറിയാം, ഈ നാടുകൂടികളായിട്ട് വരുന്നവരെ പോലും അപഹരിച്ച് അവരുടെ നന്മകളും അവരുടെ പണങ്ങളും തട്ടിയെടുക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടില്ലേ സോഷ്യൽ മീഡിയ വഴി. ഹല്ലേലൂയ. കണ്ണ് കാണാത്തവന്റെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരും ഒക്കെ നന്മകൾ അപഹരിച്ചുകൊണ്ട് പോകുന്നത്, മോഷ്ടിക്കുന്നവര്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അനവധി പണമുള്ളവർ അവരുടെ പണമൊക്കെ സ്വരൂപിച്ച് നാടുകൂടികളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അവരെ ആക്രമിക്കുവാൻ വേണ്ടി വഴിയിൽ ആ കാലഘട്ടത്തിൽ കള്ളന്മാർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വഴിയിൽ കള്ളന്മാരുണ്ടായിരുന്നു, കൊള്ളക്കാര്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദേശത്തിലെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും അവരുടെ ഭാര്യമാരെയും മക്കളെയും പോലും കടത്തിക്കൊണ്ടു പോകുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് പണ്ട കാലഘട്ടത്തിലെ വഴിയിൽ മുഴുവൻ കൊള്ളക്കാരുണ്ട്. അന്നത്തെ രാജ്യത്തിലെ രാജാക്കന്മാരും ഹല്ലേലൂയ, സ്തോത്രം, പ്രഭുക്കന്മാരും ഒക്കെ ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യുന്നവരുടെ ഭാര്യമാരെ പോലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാ കേട്ടോ. ഇന്നും ദൈവത്തിന്റെ ജനത്തെ ആക്രമിച്ചുകൊണ്ട്, ദൈവജനത്തെ തകർത്തുകൊണ്ട് അവരുടെ നന്മകൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ദൈവമക്കളുടെ നന്മകളെ മുഴുവൻ, ദൈവമക്കളെ, ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സ്തോത്രം, രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഇന്നും ഉണ്ട്. ദൈവമക്കളെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുക, ദൈവമക്കളെ കട്ടുകൊണ്ട് പോകുക. അല്ലേ? അത് ദൈവസഭയ്ക്കകത്തും ഉണ്ട് കേട്ടോ, മാനസാന്തരപ്പെടാത്ത വ്യക്തികൾ. ഇപ്പൊ ഒരു സഭയിൽ നിൽക്കുന്ന വ്യക്തി, ഒരു സഭയിൽ വിശ്വാസത്തിൽ നിൽക്കുന്ന, ഒരു സഭയിൽ നിന്ന് ആരാധിക്കുന്ന വ്യക്തിയെ ഏതെങ്കിലും വിധത്തിൽ ആ സഭാവിശ്വാസത്തെ കൈവശപ്പെടുത്തി ആ സഭയ്ക്കകത്ത് ഇറച്ചുണ്ടാക്കി ആ പാസ്റ്ററെക്കുറിച്ച് കുറ്റം പറഞ്ഞ് സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടാക്കി ആ സഭയിലെ വിശ്വാസിയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരുമായ ഒരു സഭയ്ക്കകത്തുണ്ട്. അവരെ യഥാർത്ഥത്തിൽ കള്ളന്മാരാ. ആടുകളെ അടിച്ചു മാറ്റുന്ന, ദൈവത്തെ സഭയിൽ വിശ്വാസികളെ അടിച്ചു മാറ്റുന്ന കൊള്ളക്കാരാണ്, കള്ളന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു സഭയിൽ നിൽക്കുന്ന വിശ്വാസികളെ അടിച്ചു മാറ്റുന്നവരെ കള്ളനെന്ന് വിളിക്കണം, കൊള്ളക്കാരെന്ന് വിളിക്കണം. ഹല്ലേലൂയ. പണ്ട് കാലത്തിലെ രാജാക്കന്മാരെ പോലെ, പ്രഭുക്കന്മാരെ പോലെ അവർ കൊള്ളയടിക്കുന്നവരാ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സഭയിൽ ഒരു വിശ്വാസം ഇരിക്കുകയാണെങ്കിൽ അടുത്ത സഭയിലെ പാസ്റ്റർ അല്ലെങ്കിൽ വിശ്വാസികൾ, നിങ്ങൾക്ക് അറിയാവും നിങ്ങളുടെ പാസ്റ്റർ സ്വഭാവം, നിങ്ങളുടെ പാസ്റ്റർ ജീവിതം, പുള്ളി അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ അത് കേൾക്കുന്ന വിശ്വാസം എന്ത് ചെയ്യും? വിശ്വസിക്കും. എന്നിട്ട് അവർ എന്ന് പറയും, നിങ്ങൾ പാസ്റ്റർ അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ അറിഞ്ഞല്ലോ. ഒരു കാര്യം കാണത്തില്ല, സഭയ്ക്കകത്തെ ആത്മാക്കളെ, ആടുകളെ കൊള്ളയടിക്കുന്നവരും എന്ന് പറയുന്നതാണ്. എന്നിട്ട് അവൻ കൊള്ളയടിച്ചു പോകും. അങ്ങനെ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുക. സഭയിൽ കൊള്ളയടിക്കുന്ന കൊള്ളക്കാരന്മാരും പ്രഭുക്കന്മാരും ഉണ്ട് കേട്ടോ. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വിശ്വസ്തതയ്ക്കനുസരിച്ച് നിങ്ങൾ സഭയ്ക്ക് കീഴ്പ്പെട്ടു സഭയെ അനുസരിച്ച് പോകണം. ആരെല്ലാം നിങ്ങളെ സഭയിൽ നിന്ന് അടിച്ചു മാറ്റാൻ വന്നാലും നിങ്ങൾ അടിച്ചു മാറിപ്പോകരുത്.
അല്ലേ? ചിലര് പണം കൊടുത്തൊക്കെ വാങ്ങിക്കൊണ്ടു, പണം കൊടുത്തൊക്കെ വാങ്ങിക്കൊണ്ട്, ചിലർ പണമൊക്കെ വാഗ്ദാനം ചെയ്യും, പണമൊക്കെ തരാമെന്ന് പറയും. അല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ നമുക്കൊരു പാസ്റ്റർ വീട്ടിൽ പോകണം, പാസ്റ്റർ വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പൊ പിന്നീട് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഇവിടെ പോകാറുണ്ട്, ഞാൻ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഒരു കൈമടക്ക് തരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ ആ വിശ്വാസിയും കുടുംബത്തെ ഈ പാസ് കൈമുടക്ക് കൊടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോയി ഇപ്പൊ അവരുടെ സഭ സ്ഥാപിക്കുക. അവരൊക്കെ കൊള്ളക്കാരാ കേട്ടോ, കൊള്ളക്കാരാണ്. അല്ലെങ്കിൽ ആടുകളുടെ വേഷം പൂണ്ട് നടക്കുന്ന ചെന്നായ്ക്കളായിരിക്കുന്ന കൊള്ളക്കാർ. എന്നെക്കൊക്കെ നമ്മൾ സ്നേഹിക്കും. ഞാനിതൊക്കെ എന്തുകൊണ്ടാ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് കാണുന്നത് പറയുന്നത് മാനസാന്തരപ്പെടാൻ വേണ്ടിയാ. അപ്പം തന്റെ പുത്രൻ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പൊ നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ വിളി പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം വിശ്വസ്തയോടെ ദൈവത്തിന് നിൽക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. അവിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സകല അനുഗ്രഹങ്ങളും തടസ്സപ്പെടും, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിൽ അവിശ്വസ്തത വന്നാൽ നിന്റെ അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടും. അബ്രഹാമിന്റെ ജീവിത യാത്രയുടെ ആരംഭം, കൽദേ പട്ടണമായിരിക്കുന്ന ഊരിൽ തന്റെ ജീവിതത്തിന്റെ ആരംഭം തൊട്ട്, തന്റെ യാത്രയുടെ ആരംഭം തൊട്ട് അബ്രഹാമിന്റെ മരണം വരെയും ദൈവസന്നി വിശ്വസനായിരുന്നു. രക്തം ചെയ്യും. അല്ലേ? അപ്പൊ അബ്രഹാമിന്റെ സന്തതികൾ എന്ത് ചെയ്യണം? വിശ്വസ്തരായിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിനെ കാത്തു സൂക്ഷിക്കും വിധം ആമൻ വിശ്വസ്തനായിരുന്നു. അല്ലേ? അപ്പൊ അബ്രഹാമിനെ വിളിച്ച ദൈവം, അല്ലേ, അബ്രഹാമിനെ കാത്തു സൂക്ഷിക്കും വിശ്വസ്തന. കാരണം ദൈവത്തിനറിയാം, വഴിയിൽ വെച്ച് ഒരുപക്ഷെ അബ്രഹാമിനെ സ്വാധീനിക്കുവാൻ പലരും കാണും. അതുകൊണ്ട് ആ സ്വാധീന വലയത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി യഹോവയായ ദൈവം അബ്രഹാമിനോട് കൂടെയിരുന്നു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മറ്റൊരാളുടെ സ്വാധീന വലയത്തിൽ വീണു പോകാതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നീ നടക്കണം. അല്ലേരിയ കർത്താവായ യേശു ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിന്റെ സ്വാധീനം, ക്രിസ്തുവിന്റെ സാന്നിധ്യം നിന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നീ മറ്റുള്ളവരുടെ വലയത്തിൽ ചെന്ന് വീഴുന്നത്. അല്ലേരിയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിന്റെ ദൈവിക സാന്നിധ്യം അനുഭവിക്കണം. അപ്പൊ ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോഴെല്ലാം ദൈവം അവന് പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അബ്രഹാം യാത്ര ചെയ്ത് പോകുന്ന വഴിയിലെല്ലാം ആമി കൂടാരമടിച്ച് അവിടെ യാഗപീഠം പണിത് ദൈവത്തെ ആമീൻ ആരാധിക്കുമായിരുന്നു. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചിരുന്നു. അല്ലേരിയ. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്നവരെ സ്നേഹിക്കുന്ന ചില ദൈവമക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർക്ക് ഞായറാഴ്ചകൾ ഒഴിവാക്കാൻ വയ്യാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അവർ ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരാതെ അവരുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി പോകും. പക്ഷെ ആ കാര്യങ്ങൾക്ക് വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ അവരുടെ പാസ്റ്റോട് പറയും, പാസ്റ്റർ എനിക്ക് ഞായറാഴ്ച സഭയിൽ കടന്നു വരാൻ പറ്റത്തില്ല, എനിക്ക് അത്യാവശ്യമായൊരു വഴിക്ക് പോകണം, ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് അവിടെ ചെന്ന് ആരാധന കൂടാൻ പാസ്റ്റർക്ക് അറിവുള്ള പാസ്റ്റർമാരെ ഒന്ന് വിളിച്ചു തരാമോ എന്ന് ചോദിച്ച് അങ്ങനെ യാത്ര ചെയ്ത ദൈവമക്കളുണ്ട്. അങ്ങനെ ആ പാസ്റ്റർ എന്ത് ചെയ്യും? അവിടെ അറിയാവുന്ന ഏതെങ്കിലും ദൈവസഭയെ വിളിച്ചിട്ട് ആ ദൈവദാസന്റെ നമ്പർ ഈ വിശ്വാസി കൊടുത്ത് വിശ്വാസ നമ്പരും വിളിച്ചുകൊണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചേർന്ന കടന്നിപ്പോൾ ആ ദേശത്തുള്ള സഭയിൽ ആരാധിക്കുന്ന അനവധി ദൈവമക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അനുഭവമുണ്ട്. കാരണം പലരും ഗുരുവായൂരിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ ആ വിശ്വാസികൾ നേരത്തെ അവരുടെ പാസ്റ്ററോട് പറഞ്ഞ് അനുവാദം മേടിച്ച് ആ പാസ്റ്റർ മുഖാന്തരം എന്റെ നമ്പർ വാങ്ങിക്കൊടുത്ത് അവർ ഇവിടെ വന്ന് എന്നെ വിളിച്ച് അനവധി ആളുകൾ ഇവിടെ വന്ന് ആരാധന കൂടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അബ്രഹാം കടന്നു പോകുന്ന വഴിയിലേക്ക് ആമി കൂടാരമടിച്ച് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച ദൈവസാന്നിധ്യം അനുഭവിച്ചതുപോലെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട്, അങ്ങനെ അമ്മ പോകുന്ന ഒരുപാട് ദൈവമക്കളോട് അവരൊക്കെ അബ്രഹാമിന്റെ ആ കാഴ്ച അബ്രഹാമിനെ പോലെ കടന്നു വരുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാം എപ്പോഴും ദൈവസാന്നിധ്യം അനുഭവിച്ചു. അവിടെയെല്ലാം ദൈവം ഒരു പ്രത്യക്ഷമാകുവാനായി. അല്ലേലൂയ. അപ്പൊ അവിടെയെല്ലാം ദൈവം പ്രത്യക്ഷമാകുമ്പോൾ ദൈവം പുതിയ വാഗ്ദത്തങ്ങളും പുതിയ കൃപകളും നൽകുവാൻ ദൈവം വിശ്വസ്തനായിരുന്നു. അല്ലേലൂയ. അബ്രഹാം മാറി മാറി കൂടാരമടിച്ചു വരുമ്പോൾ, ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ദൈവം ഒരു പ്രത്യക്ഷമായി പുതിയ പുതിയ വാഗ്ദത്തങ്ങളും കൃപകളും കൊടുത്ത് അബ്രഹാമിന്റെ ജീവിതത്തെ ഉറപ്പിച്ചു പോകും. അല്ലേലൂയ. അതേ പ്രിയ സ്നേഹിത, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പൊ ദൈവത്തിന്റെ വിശ്വസ്തതയെ നിങ്ങൾ തിരിച്ചറിയണം. രക്തം ചെയ്യാം. ജീവിതത്തിനകത്ത് ദൈവമൊത്തുള്ള കൂട്ടായ്മ എത്ര വലുതാണെന്ന് ചിന്തിക്കണം.
അപ്പൊ അബ്രഹാമിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ ആകുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതാണ്. അബ്രഹാമിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, ഭൂമിയിലെ പൊടി പോലെ ദൈവം തന്റെ മക്കളെ വർദ്ധിപ്പിക്കുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത് ഇവനും വിശ്വസനാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ദേശത്തിൽ ഇന്നത് കാണാൻ കഴിയുന്നത് ഇസ്രായേലിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, ദൈവം നൽകിയതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജാതി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഇസ്രായേലിയർ, ഹല്ലേലൂയ, നിങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യം അത് തന്നെയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ജനം ഇന്നത്തെ പുതുതലമുറയ്ക്ക് തരുന്ന സാക്ഷ്യം എന്താണ്? അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച ദൈവ സകലത്തിലും വിശ്വസ്തരായിരുന്നവരെ നടത്തിക്കൊണ്ടുവന്ന് വലിയൊരു രാഷ്ട്രത്തെ തന്നെ രൂപീകരിക്കുവാൻ ദൈവരോട് കൂടെ ഇരുന്നത് പോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നമ്മെ വിശ്വസ്തയോടെ വിളിച്ച് വേർതിരിച്ച് ദൈവം നമ്മെ തന്റെ കൂട്ടായ്മയിലൂടെ നടത്തിക്കൊണ്ട് വരുമ്പോൾ ഇസ്രായേലിനെ മാനിച്ച് അനുഗ്രഹിച്ചതുപോലെ ദൈവം പുതിയ നിയമം ഇസ്രായേലിനെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് വലിയ അനുഗ്രഹങ്ങളെ ദൈവം വെച്ചിട്ടാണ് ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ച വിശ്വസ്തതയ്ക്കൊത്തവണ്ണം അബ്രഹാം യാത്ര ചെയ്തതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നമ്മെ വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കനുസരിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, അല്ലേലി, രാപ്പകൽ ധ്യാനിച്ച്, അല്ലേലിയ, ദൈവസന്നിധിയിൽ ഉണർവ് നീ പ്രാപിക്കണം. അല്ലേലിയ. അപ്പം വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നത് ഈ വചനത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഈ വചനത്തിന് മാത്രമേ നിനക്ക് ജീവൻ തരാൻ കഴിയത്തുള്ളൂ. ഈ വചനത്തിന് മാത്രമേ നിനക്ക് സൗഖ്യം തരാൻ പറ്റത്തുള്ളൂ. ഈ വചനത്തിന് മാത്രമേ നിന്റെ ശാപം മാറ്റാൻ പറ്റുള്ളൂ. വചനം മാത്രമേ നിന്നെ നേരായ പാതയിലൂടെ നടത്തുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി നിന്റെ കണ്ണുകളെ തുറക്കുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസഭയ്ക്കകത്ത് വന്ന് കർത്താവിന്റെ കൂട്ടായ്മയിൽ വന്നിരുന്ന് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കണ്ണുകളെ തുറക്കണമെന്നാണ് 119 സങ്കീർത്തനം 18 വാക്യത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ തന്നെ വരണം. ഹല്ലേലൂയ. കൂട്ടായ്മയിൽ നിൽക്കുന്നവനാണ് വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. കൂട്ടായ്മയ്ക്ക് പുറത്ത് നിൽക്കുന്നവന് ഒരിക്കലും ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയത്തില്ല. കൂട്ടായ്മയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഈ ലോകത്ത് നിൽക്കുന്നവന്റെ കണ്ണിനെ ഈ ലോകത്തിന്റെ ദൈവം തന്നെ കുരുടാക്കി. അതാണ് ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിൽ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയെന്ന് ഈ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം തോന്നുന്നു അവിടെ വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകക്കാരോടൊപ്പം ചേർന്ന് നിൽക്കരുത്. കാരണം നീ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. കൂട്ടായ്മ വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നീ ഉറച്ചു നിന്ന് പോകുന്നെങ്കിൽ ദൈവത്തിന്റെ സഭയായിരിക്കുന്ന, ദൈവത്തിന്റെ കാന്തയായിരിക്കുന്ന, ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയ്ക്കകത്ത് നീ വിശ്വസ്തയോടുകൂടി നിന്നാൽ നിന്റെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. അതിന് വിശ്വാസം ആവശ്യമാകട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പലരുടെയും ചിന്ത പെന്തക്കോസിലേക്ക് വന്നാൽ ഒരുപാട് പണം കിട്ടുമെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും കിട്ടത്തില്ല പ്രിയരെ. അതൊക്കെ ചുമ്മാ ജനം പറഞ്ഞു വെക്കുന്ന ചില പഴങ്കഥകളാണ്. പെന്തക്കോസി വന്നാൽ പണം കിട്ടും, പെന്തക്കോസി വന്നാൽ അവർ പൈസ തരും, പെന്തക്കോസി വന്നാൽ അവർ വീട് വെച്ച് തരും, പെന്തക്കോസി വന്നാൽ അവരുടെ മക്കളെ വിദേശത്ത് കൊണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നാം ദൈവസനി വിശ്വസ്തയോടുകൂടി നിന്നാൽ ദൈവം നമ്മെ ഉയർത്തും എന്നുള്ളതാണ്. അല്ലാതെ പെന്തക്കോസി വന്നാൽ പണം കിട്ടത്തില്ല. ഞാനൊക്കെ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് എന്റെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ. പിന്നീട് ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോഴും പലരും പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം കിട്ടൂല. അങ്ങനെയൊന്നും കിട്ടത്തില്ല പ്രിയ സ്നേഹിത. നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുക. നിങ്ങൾ ഒരു ദിവസം അധ്വാനിച്ചല്ലേ, വേല ചെയ്തല്ലേ നിങ്ങൾ പണം ഉണ്ടാക്കുന്നത്, ശമ്പളം ഉണ്ടാക്കുന്നത്, മേടിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ സഭയിൽ ദൈവം വിളിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാരും കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അവർ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും.
ഹല്ലേലൂയ. കർത്താവിന്റെ സഭയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കും. അല്ലാതെ പെന്തക്കോസ്തി വന്നതുകൊണ്ട് പണം കിട്ടത്തില്ല. ചിലർ പെന്തക്കോസ്തി വന്നതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടുമെന്നാ. അമേരിക്കൻ പണമൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല. അവിടെ കിടക്കുന്നവരും കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം ചിലരൊക്കെ പറഞ്ഞാൽ പെന്തക്കോസ്തി വന്ന എനിക്ക് അമേരിക്കക്കാരുമായിട്ട് ബന്ധമുണ്ടല്ലോ, അമേരിക്കക്കാരുമായിട്ട്. അതേപോലെ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ, അല്ലേ, പ്രാർത്ഥിക്കുന്നവരോട് ആമെ കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ള വിദേശ രാജ്യത്തുള്ളവരും ഒക്കെ അവർ സഹകരിക്കും, അവരുമായിട്ട് സംസർഗങ്ങൾ ഉണ്ടാകും. എന്നും കൊണ്ടെല്ലാം പണം കിട്ടുന്ന ഇടപാടല്ല. അല്ലേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിൽക്കണം. അല്ലേലിയ. കർത്താവാൻ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നെങ്കിൽ നിന്റെ എല്ലാ പരാജയങ്ങളെയും മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ എല്ലാ തകർച്ചയും മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ എല്ലാ കഷ്ടതകളും മാറ്റുവാൻ, നിന്റെ നഷ്ടങ്ങളെ മാറ്റി ഉയരത്തിൽ നിന്ന് ഉയർന്ന നന്മകളെ തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അവൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. മാലാഖയുടെ പുസ്തകം 3:10 എഫേസ്യ ലേഖനം 1:3 കൂടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൂട്ടായ്മയിൽ നിൽക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവജനം എന്ന് പറയുന്നത്. വേർപെട്ട ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത്, അവരുടെ മക്കൾ വിദേശത്ത് കടന്നു പോകുന്നത്, അവർ നല്ല ജോലി വാങ്ങുന്നത്, അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും അനുഗ്രഹിക്കപ്പെടുന്നത്, അവർ നല്ല നല്ല വീടുകൾ വെക്കുന്നത്, സ്ഥലങ്ങൾ വാങ്ങുന്നത്, വലിയ വലിയ കാറുകൾ വാങ്ങുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ, സ്തോത്രം. അവരുടെ മക്കളും വിശ്വാസത്താൽ ഉറച്ചു വിശ്വസ്തയോടെ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്നതുകൊണ്ടാണ്. അത് കണ്ടിട്ട് ഞാൻ നിങ്ങൾ പിറുപിറുക്കണ്ട, കണ്ടുകടിക്കണ്ട, വിമർശിക്കണ്ട. ഇവർക്കുണ്ട് അവർക്കത് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ നശിപ്പിക്കണ്ട കേട്ടോ. അവര് വിശ്വസ്തയുടെ കൂട്ടായ്മയിൽ നിൽക്കുന്നവനൊക്കെ ദൈവം അനുഗ്രഹിക്കും. അല്ലാതെ നീ മാറി നിന്ന് വിമർശിച്ചതിന്റെ ജീവിതകാലം മുഴുവൻ നീ വിമർശനത്തിൽ തന്നെയായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, കൂട്ടായ്മയിലേക്ക് നീ വന്നാൽ രക്തം ചെയ്യാം, ദൈവം നിന്നെ അനുഗ്രഹിക്കും. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അബ്രഹാമിനെ വിളിച്ച ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ, അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതിൽ ദൈവം വിശ്വസ്തനായിരുന്നതുപോലെ നിന്നെ വിളിച്ച ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽ കഷ്ടം സഹിക്കുന്ന, വേദന ലഭിക്കുന്ന, നൊമ്പരവരിക്കുന്ന, ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് എപ്പോൾ വരുന്നു ആ സമയം തൊട്ട് ദൈവം നിന്നെ അനുഗ്രഹിപ്പാൻ തുടങ്ങും. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിച്ച ദൈവം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞു അന്ന്, ഹല്ലേലൂയ, നോക്കിയ അബ്രഹാമിന് ശേഷം നോഹയെ, ഹല്ലേലൂയ, ദൈവം വിളിച്ച് പെട്ടകത്തിൽ കയറുവാനായി കൽപ്പിച്ചു. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബാംഗങ്ങളും എന്ത് ചെയ്ത് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചു. ആ പെട്ടകം ജലപ്രളയത്തിന് മുകളിൽ പൊങ്ങി എത്രയോ മാസങ്ങൾ ഒഴുകി നടന്നു. ഹല്ലേലൂയ. സ്തോത്രം. നോഹയെ വിളിച്ച ദൈവം അവരെ കാത്തു സൂക്ഷിച്ചു, ജലപ്രളയത്തിൽ നിന്നും രക്ഷിച്ചു, അവർ കരയിൽ വന്നിറങ്ങുവാൻ സഹായിച്ചു. മാത്രമല്ല അവരുമായി ദൈവം ഉടമ്പടി ചെയ്തു, അന്ത്യം വരെ വിശ്വസ്തത പാലിച്ചു. നോഹയെ വിളിച്ചതിലും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവം എല്ലാ കാലഘട്ടത്തിലും വിശ്വാസം എന്ന് പറഞ്ഞവരെ എന്നെ കേൾക്കുന്ന പ്രിയസൻ, നിന്ന് നിങ്ങളെ കർത്താവ് അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് സ്നേഹപൂർവ്വം വിളിക്കുക. ദൃശ്യമായി ലോകം അല്ലെങ്കിൽ അഗ്നിക്കിരയാകുവാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാണുന്ന ഈ ലോകം അഗ്നിക്കിരയാകാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. ഈ ഭൂമി മുഴുവൻ തീ കൊണ്ട് നശിക്കും. തീ കൊണ്ട് നശിക്കുവാൻ വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിലേക്ക് വന്ന്, ക്രിസ്തുവാകുന്ന കൂട്ടായ്മയിലേക്ക് വന്ന് നീ നിത്യജീവനെ പ്രാപിക്കണം. ഈ ലോകം പൊട്ടിച്ചെതറുവാൻ പോകുന്നു. നിങ്ങൾ അവനിലേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളുടെ സകല നാശത്തിന് ദൈവം വിടുവിക്കും. ഈ ലോകം പൊട്ടിച്ചെതറും. നിങ്ങൾ 2 പത്രോസിന്റെ 3:8 തൊട്ട് താഴോട്ട് വായിച്ചങ്ങനെ മൂലപദാർത്ഥങ്ങൾ കത്തി ഒഴിയുന്ന ഈ ഭൂമി പൊട്ടിച്ചിതറും. ആ പൊട്ടിച്ചേറുമ്പോൾ നിങ്ങൾ ആ നാശത്തിനകത്ത് വെന്തുരുകി പോകാതെ, ആ നിത്യമായ ന്യായവിധിയിലേക്ക് പോകാതെ, ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിലെത്തണം. രക്തം ചെയ്യും. ഈ ഭൂമിയൊക്കെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുക, പൊട്ടിച്ചിതറും ഇത്.
അതിനകത്ത് നീ അകപ്പെട്ടാൽ ആ ന്യായവിധിക്കകത്ത് അകപ്പെട്ട് നീ നഷ്ടപ്പെട്ടു പോകരുത്. അതിനുവേണ്ടി ആ ദൈവം ക്രൂശിൽ വില കൊടുത്ത് അവസാനത്തോടെ രക്തം വരുത്തുന്ന നിന്നെ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് ഇതാണ്, ആമി നിങ്ങൾ കർത്താവിലേക്ക് വരണം, നിങ്ങൾ സകല നാശത്തിൽ വിടിവിക്കും, സ്വർഗരാജ്യം നിങ്ങൾക്ക് നൽകുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പം രക്ഷിക്കപ്പെട്ട് വരുന്നവനെ, മാനസാന്തരപ്പെട്ട് വരുന്നവനെ ദൈവരാജ്യം തരുന്നതിലും ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്യ ലേഖനം 5-24 വാക്യം പറയുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം എന്താ? എല്ലാ വിധത്തിലും വിശ്വസ്തനാണ്. ഞാൻ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. വായിച്ച വചനം എന്താണ്? 1 കൊരിന്ത്യർ ലേഖനം 1-9 വാക്യം. അല്ലെങ്കിൽ തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായി യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അത് ഇന്ന് പകൽ ആർക്കെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ കടന്നു വരാൻ കഴിയാതെ ലോകത്തിന്റെ കൂട്ടായ്മയിലൂടൊപ്പം യാത്ര ചെയ്ത് ഈ ലോകത്തിൽ വേദനയിൽ, ദുഃഖത്തിലും, സങ്കടത്തിലും, കണ്ണുനീരിലും, പാപത്തിലും, ശാപത്തിലും, രോഗത്തിലും നീ അടിമപ്പെട്ട് കിടക്കുകയാണോ? ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടിയിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തമായി ഇത് വചനം ഏറ്റെടുത്തുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നീ മടങ്ങി. നീ ക്രിസ്തുവിന്റെ മണവാട്ടിയെ, ക്രിസ്തുവിന്റെ കാന്തയായി, ക്രിസ്തു നിന്റെ ആത്മ മണവാളനായി നീ കർത്താവിന് വേണ്ടി ഇന്ന് പകൽ വിധേയപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ, നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിന്റെ ദൈവം മാനിച്ചു ഉയർത്തും. ഹല്ലേലൂയ. മരണം വരെ നീ വിശ്വസ്തയോടെ നിൽക്കണം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഇന്ന് നമുക്ക് അല്ലെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്നത്, നീ ലോകത്തെ വിട്ട് മടങ്ങി വന്ന യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയുടെ ഭാഗമായി മാറണം. നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. നിന്റെ സങ്കടങ്ങളെ മാറ്റും, നിന്റെ കണ്ണുനീര് മാറ്റും, നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങളെ മാറ്റും, രോഗങ്ങളെ മാറ്റും, ബന്ധനങ്ങളെ മാറ്റും. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നീ കടന്നു വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂടിയ സകല ജനത്തെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും കർത്താവിയുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ല, ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ബാങ്കിലായിരിക്കും ജനത്തെ, അധികാരികളെ, മൂപ്പന്മാരെ, കർത്താവ് കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, കർത്താവ് അതിർത്തികൾ കാക്കുന്ന BSCRP നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന ക്രമസമാധാന പാലകരെ, രഹസ്യ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ വിഭാഗങ്ങളെ, ജുഡീഷ്യൽ വിവിധ വിഭാഗങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കും. സഹകരണ പൊതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല, ബാങ്ക് മേഖല ആയിരിക്കും സകല സൈനിക എഞ്ചിനീയർമാരെ, സാമൂഹിക സംസ്കാര സംഘടന രംഗത്ത്, ജലനിർമ്മാണ മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, ഭരണപ്രതിപക്ഷ പാർട്ടികളെയൊക്കെ ഞങ്ങൾ ദൈവരംഗങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവി, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുക, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ സെൻസ് ചെയ്യുന്നവർ, കർത്താവി സമുദ്രത്തെ ആളുകൾ, കരികൾ, കമ്പനി, ഫാക്ടറികൾ, വ്യവസായികളെയും വ്യാപാരികളെയും വഴിയോര കച്ചവടക്കാരെ, കർത്താവി സ്തോത്രം, കടൽവാസികളെ, തീരവാസികളെ, മത്സ്യത്തിനെ കടന്നുപിടിക്കുന്നവരെ, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ടാക്സി ഓട്ടോ സർവീസിന് സകല മേഖല വരിക്കുന്ന വിദേശ രാജ്യങ്ങൾ കടന്നുപോയിരിക്കുന്നവരെ, ജോലി ചെയ്യുന്നവരെ, പഠിക്കുന്നവരെ, മണലാഴ്ച കഷ്ടം സഹിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ട് നാട്ടിൽ കിടന്നതിന് കഴിയാതെ ഭാരപ്പെടുന്ന, സാലറി കിട്ടാതെ ഭാരപ്പെടുക, വിദേശ രാജ്യങ്ങൾ കടന്നു പീഡിപ്പിക്കപ്പെടുന്ന അയാളുടെ സഹോദരിമാർ, കർത്താവി സുവിശേഷം ജയിലറിൽ കിടക്കുന്നവരെ, അവരുടെ തലമുറകൾ, അവരുടെ കുഞ്ഞുങ്ങളെ, ജയിൽവാസം അനുഭവിക്കുന്ന എല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവികപ്പെടുന്ന ദൈവം കൊടുക്കണമേ. സഭയ്ക്കകത്തൊന്ന് വിളഞ്ഞു കയറി ദൈവമക്കളെ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിന്ന് തകർത്ത് കളയുന്ന കള്ളന്മാരും കൊള്ളക്കാരും രാജാക്കന്മാരും പ്രമുഖന്മാരും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടി ദൈവസന്റെ വിശ്വസ്തയോടെ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിന്ന് അന്ത്യത്തോളം കർത്താവിന്റെ വിശ്വസ്തത പുലർത്തുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ പേരും ദൈവത്തിന് നീതിയുള്ള കരപ്പെടുക്കണം. കർത്താവ് ഈ കാലവർഷം കേരളത്തിൽ പല സ്ഥലത്തും ശക്തമായിക്കൊണ്ടിരിക്കുന്നു. പല അപകടങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുന്നു. പലരെയും കാണാതാകുന്നു, മരണങ്ങൾ സംഭവിക്കുന്നു. കർത്താവ് ഡെങ്കിപ്പനി, എലിപ്പനിയും അതുപോലെ മഞ്ഞപ്പിത്തം പല സ്ഥലങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാത്തിനും ജനത്തെ പിടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കണമേ. മദ്യത്തിന്, മയക്കുമരുന്ന്, സകല ചൂതാട്ടം, ജനിക്കുക, വ്യവസായ, പരസ്യ, അശുദ്ധി, ദുഷ്കാമത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ സകല ജനങ്ങളും മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിറയപ്പെടുവാൻ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ, നിത്യതയ്ക്ക് അവകാശമായി തീരും ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണം. സകല മകത്വം എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.